അതേ ഹദീസ് തന്നെയാണ് അബൂ ഹുറൈറ പറഞ്ഞത്. അതേ കാര്യം തന്നെ അബൂ ഹുറൈറ അപ്പുറത്തേക്ക് പറഞ്ഞു. എന്താണ്? ഉമിർതു അൻ ഉഖാതില അൻ-നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ യുഖീമു സ്വലാത്ത വ യുഅ്തു സക്കാത്ത. ആ മക്കൾക്കാരായ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ ചെയ്യാൻ എന്നോട് പറഞ്ഞു. എല്ലാവരോടും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് വരെ ചെയ്യാനേ പറഞ്ഞു. മുഹമ്മദ് റസൂൽ ചൊല്ലിക്കൊള്ളുന്നില്ല. കാരണം മുഹമ്മദ് റസൂൽ ചെല്ലിയില്ലെങ്കിലും ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ രൂപ ചെയ്ത് തരണ്ടാവില്ല. മുഹമ്മദ് റസൂൽ പറയില്ല, അബൂ ഹുറൈറ പറയില്ല. അപ്പൊ യുദ്ധം ചെയ്യേണ്ട സ്ഥലത്ത് മുഹമ്മദ് റസൂൽ കണ്ടു അബൂ ഹുറൈറ. സഫാത്തിന്റെ അവിടെ അബൂ ഹുറൈറ മുഹമ്മദ് റസൂൽ കണ്ടു. ഇത്രയും കാര്യം എണ്ണിയെടുത്ത് അബൂ ഹുറൈറ കണ്ടു. മനസ്സിലെ സഫാത്തിലുള്ള സ്ഥലത്ത് അവിടെ അബൂ ഹുറൈറ കണ്ടു. ഇങ്ങനെ ആ മുഹമ്മദ് റസൂൽ നടത്തി കിടക്കുന്ന അബൂ ഹുറൈറയെ ഇമാമാക്കി വെച്ച ആൾക്കാരെ പറഞ്ഞിട്ടായിരുന്നു തിയേറ്റർ മുഹമ്മദ് റസൂലിനെ ജനലില്ല എന്ന്. തെലുങ്കാരെ കുറിച്ച് വെച്ചിട്ട് മറ്റവരെ തെലുങ്കാരെ വിളിക്കുന്ന പടിയാണ് 1300 കൊല്ലം പറഞ്ഞത്. അബൂ ഹുറൈറ എന്ന് പറയുന്ന ഇമാമു സുന്നത്ത് ഈ നബിയുടെ പേരുള്ള ഷഹാദത്ത് നടത്തി കണ്ടത് ഇവിടെ രേഖകളുണ്ടായിരിക്കെ, രേഖകളുണ്ടായിരിക്കെ അത് മുഴുവൻ പൂഴ്ത്തി വെച്ചിട്ട് ചീനക്കളിൽ ഷഹാദത്തിനിടയിൽ മുഹമ്മദ് റസൂലിനെ ദലീലില്ലാത്ത ചോദ്യമാണ്. ഈ 90 കോടി മുസ്ലിങ്ങൾ ഈ 10 കോടിക്കെതിരിൽ അടിച്ചു പരത്തെങ്കിൽ 1000 കൊല്ലം ഈ നുണവിടെ പ്രചരിപ്പിച്ചെങ്കിൽ ആരാണ് ഇത് ദുർഘരെന്ന് പറഞ്ഞാൽ ആരാണ്? കട്ടവൻ കക്കാതെ നിൽക്കില്ല, കട്ടവനെ ഇവിടെ ഇമാമാക്ക നടക്കൂല. അത്രയും വലിയൊരു കുറിച്ച് കൂടി ചെയ്യോ, മനുഷ്യൻ ചെയ്യോ? ഇനി കേട്ടു ഇറാനിൽ 3 നേരല്ലാതെ ബാക്കിയില്ല, 3 നേരല്ലാതെ നിൽക്കാറില്ല. ഇറാനിലെ 10,000 പള്ളികളും ഇന്നും അങ്ങനത്തെ ഒറ്റപ്പള്ളിയിലും ജിയാക്കളുടെ അലിബലിന്റെ അനുയായികൾ അവരുടെ ഒറ്റപ്പള്ളിയിലും ഇങ്ങനെ ഈ 3 നേരത്തിലുള്ള പരിപാടികളും നിർബന്ധമായിട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ പോയി സന്ദർശിച്ചു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ നേതാക്കന്മാരും അദ്ഹറുകാരും പല ഗ്രൂപ്പുകാരും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി സന്ദർശിച്ചു വന്നിട്ട് ലേഖനങ്ങൾ എഴുതി. അവർ 5ഉം 10ഉം ലേഖനങ്ങൾ എഴുതി തീർത്ത് അവിടുത്തെ ചരിത്രം മുഴുവൻ എഴുതിയിട്ടും ഇറാനിൽ 3 നേരെ നമസ്കാരമുള്ളൂ എന്ന ഒരു സത്യവാർത്ത അവരുടെ ഒരു പ്രബോധനത്തിലോ മറ്റേ മാധ്യമത്തിലോ ഏതെങ്കിലും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ജമാഅത്തിലോ തന്ത്രികേരെന്ന് പറയുമ്പോൾ എന്നത് പറയണോ താന്ത്രികോ എന്നോട് ഒരാൾ പറയും. തന്ത്രികേര് ഇറാനിൽ 3 നേരം നിൽക്കാറുള്ളത് തന്ത്രികേരി എന്ന് ഒരാളിനോട് പറഞ്ഞത് വെറുതെ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മാധ്യമത്തിലേക്കോ ഇറാൻ ചരിത്രം ഉണ്ടാക്കിയിരിക്കല്ലോ. ഇവിടുത്തെ പ്രതിനിധികളോട് ജമാഅത്തിനോട് ഇതൊന്നും പറയാം. സുഹൃത്തുക്ക രണ്ടായിരത്തെ വലിയ രൂപയാണ് ഈ കാര്യത്തിൽ തക്കോടുന്നില്ല. അത് മൊഴിമായി എന്റെ ഒരു ലക്ഷ്യമാണ് പോയത്. അവർ ഇറാനിൽ പോയി വന്നപ്പോൾ ഇറാനിൽ 3 നേരെ മാത്രമേ 3 നേരം നിൽക്കാറുള്ളൂ എന്ന് അവരുടെ മാധ്യമത്തിൽ എഴുതിയോ പ്രബോധനത്തിൽ എഴുതിയോ? എന്താ കാരണം അവരുടെ ചപ്പാത്തി ചോറും കോഴിമുട്ടിയും ഒക്കെ തിന്നതേ 3 നേരം നിൽക്കാറുള്ളൂ എഴുതിയോ? എന്താ കാരണം? 1300 കൊല്ലം കുടിച്ചിലൂടെ 1300 കൊല്ലം ഇറാനിൽ 3 നേരം നിൽക്കാറുള്ള 10 മിനിറ്റ് കുടിച്ചിട്ടില്ലേ? ഇന്ന് ഈ മാധ്യമങ്ങൾക്ക് ലോകത്തൊട്ടാകെ പ്രചരിച്ച ഇക്കാലത്ത് പോലും ഇവിടെ ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ചു വരച്ചിട്ട് നേരിട്ട് ദിവസേന കണ്ടുവന്ന 3 നേരം നിൽക്കാൻ എന്തുകൊണ്ട് രക്ഷാപത്രം ചെയ്യില്ല? എന്തുകൊണ്ടില്ല? കുവൈറ്റിലെ ഒരു നെലിക്കി അടിയുണ്ട്. അവിടെ 3 നേരം ആക്കിയിട്ടുണ്ടെന്ന് പോസ്റ്റ് മാധ്യമത്തിൽ പ്രതിനിധീകരിച്ചുള്ള ആശയിനെ കുവൈറ്റിലെ നെലിക്കിയല്ല, മക്കത്തെ നെരിയാണ് കുവൈറ്റിലെ നെലിക്ക് അവിടുത്തെ വരുമാറ്റി 1000 നെരിയും നെരിയുടെ ധാരാളം സഹാക്കം സുമാലി അങ്ങനെ ഇറാനിലേക്ക് 3 നേരത്തെ പോയത് അവിടെ തീരുന്നു. ഇറാനിലേക്ക് 3 നേരം കൊണ്ടുപോയി പഠിപ്പിച്ച് അരിഞ്ഞിന് അരിയാക്കി ഇന്ന് വരെ ഇറാനിലെ 3 നേരം നിലനിർത്തി പോന്നപ്പോൾ അത് ലോകം മുഴുവൻ മൂടിവെച്ച ആൾക്കാർ ഒരൊറ്റ ഒരൊറ്റ ഗ്രന്ഥത്തിന് വഴിയില്ല. ഇറാനിൽ 3 നേരം അനുസരിച്ചിരുന്ന ഒരൊറ്റ ഗ്രന്ഥത്തിന് വഴിയില്ല. സംഘടിതമായി കുടിച്ചിരുന്നു. ഇവിടുത്തെ ഗ്രൂപ്പുകാർ സംഘടിതമായി കുടിച്ചിരുന്നു. ഇവിടുത്തെ പത്രക്കാർ ഒരു മാധ്യമം കുടിച്ചിരുന്നു കൊണ്ട് കുടിച്ചിരുന്നു. അവർ കഴിഞ്ഞൂടെ ഇറാനിൽ പോയി കണ്ടപ്പോൾ 3 നേരം മാ കൊടുക്കുന്നു, 3 നേരം മാറ്റം നടക്കുന്നു, 5 നേരത്തെ ഭാഗത്ത് മാറ്റമില്ല. എഴുതിക്കൂടെ മാധ്യമത്തിൽ പ്രബോധനത്തിൽ എഴുതിക്കൂടെ 5ഉം 10ഉം എന്തുകൊണ്ട് അറിയില്ല?
അപ്പൊ ഈ സമുദായത്തിന് സത്യം മനസ്സിലാക്കുന്നത് അവർ ഉദ്ദേശിച്ചത് സമുദായം ഈ സത്യം മനസ്സിലാക്കി അതോടൊപ്പം ഈ സത്യം പുറത്തുവരായിരുന്നു. അപ്പൊ വില പഠിച്ചായിരുന്നു അരിഞ്ഞറിയിട്ടായിരുന്നു കുട്ടികളും ഇറാഖിലൊക്കെ പോയിട്ട് 3 നേരം നിലവിൽ പോരുമ്പോ മക്കൾക്ക് മലയാളത്തിലുള്ള ആൾക്കാരുടെ അപൂർവമായി മാറിയായി പണിയായിരുന്നു. അപ്പോഴേ നമുക്കൂടെ പണിയാറിയിട്ടാണ് എന്താണ് അങ്ങനെ നാളെ പരലോകത്ത് വരുമ്പോൾ വിവാദത്ത് ഗ്രഹിച്ച ആൾക്കാർക്കാണ് സ്വർഗം നബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നുണ ഹദീസിലൂടെ ഒരുപാട് പറഞ്ഞത്. അപ്പൊ എങ്ങനെ വിവാദം ചെയ്യാൻ നിൽക്കന്നെ എത്ര നേരം നിസ്കാരം കുറച്ചൊന്നുമില്ല ജൂതന്മാരാണ് അന്ന് ഉറപ്പാക്കിയിരിക്കുന്നത്. അപ്പൊ അബൂഹുറൈറ പറഞ്ഞു പ്രചരിപ്പിച്ചു. ആദ്യം ഒന്നേ പാടും പറഞ്ഞ അബൂഹുറൈറ തന്നെ 5 നേരത്തെ നിസ്കാരം കിട്ടോ. അത് ആരാ പറഞ്ഞത്? ജിബ്രീല് നബിയെ കൊണ്ടുപോയിട്ട് 7 ആകാശത്തിന് പഠിപ്പിച്ച് വിട്ട നിസ്കാരാണ് 5 നിസ്കാരം. അതുകൊണ്ട് നമ്മുടെ വേറെ ശരി ഈ കൗമൻ മാരിയുടെ കാലത്ത് അവിടെ വരുന്ന അനാഥകൾ വന്ന അവരുടെ പമ്പുകളാണ്. അവർക്ക് ജിബ്രീലിനെ ഇങ്ങോട്ട് ഇറങ്ങാൻ പോവോ അത് വെച്ച് അങ്ങോട്ട് കയറുമെന്നൊന്നും അവർക്കറിയില്ല. എനിക്ക് അങ്ങോട്ട് ആകാശം കയറാൻ പാടില്ല 3 വേണ്ടി പറയുന്നു. എവിടെ വന്നാലും ആകാശം കയറിപ്പിടിക്കണം. ഇരിക്കട്ടെ ആകാശത്തിന് എനിക്ക് കയറിപ്പോയിട്ട് നേരാടി നടത്തി 5 നേരത്തെ നിസ്കാരം പുറവാക്കി കൊണ്ടുവന്നു. അങ്ങനെ ആകാശാരോഹണം നടത്തിയെന്ന് ഇതിനെപ്പറ്റി പറയുന്നവർ ഖാദറാണെന്ന് ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഖാദറാണ് നമ്മളൊക്കെ 5 നിങ്ങളൊക്കെ വിളിച്ചിരുന്ന ആൾക്കാർ നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടോ? അതായത് ഞാനൊക്കെ വിളിച്ചിരുന്ന ആളെ നമ്മളെ ഖാദറാണെന്ന് പറയും. ഇതൊക്കെ അച്ചടിച്ചുള്ളൂ. എനിക്ക് ആകാശാരോഹണം പാടില്ല. അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും കാണിക്കാൻ ഞാൻ തയ്യാറല്ലാതെ വേണ്ടാതെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചാൽ അതേ ആ കൂടത്തിൽ തന്നെ സൂറത്തുൽ ഇസ്രായിൽ തന്നെ ഏറ്റവും വലിയൊരു മഹാത്ഭുതം ഇതിനെ കൊണ്ട് അവർ ജീവിച്ചു എന്നുള്ള ശുദ്ധ പറഞ്ഞുണ്ടാക്കിയത് കുഫറാണ് എന്ന് അറ്റക്കുള്ളൂ. കുഫറാണ്. ആകാശത്തേക്ക് കയറിയിട്ട് നിന്റെ വക എന്തെങ്കിലും വലിയ മനുഷ്യത്വം കാണിക്കുമ്പോഴത്തേക്ക് എന്നെ കേൾക്കണ്ട, ഈ ഒരു മനുഷ്യനാണ് എനിക്ക് സാധ്യത പറഞ്ഞേക്ക് എന്നൊക്കെ അള്ളാഹു നബിയോട് പറഞ്ഞ അങ്ങനത്തെ നബി ആകാശാരോഹണം നടത്തി അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അർത്ഥം. അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ ആവശ്യം നബി നടത്തി എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് പറഞ്ഞ് അച്ചടിച്ച് കൊടുത്തിട്ട് എഴുതുന്നില്ല, പ്രഭാതത്തിൽ എഴുതുന്നില്ല, മാർഗത്തിൽ എഴുതുന്നില്ല, ശബാദിൽ എഴുതുന്നില്ല, അൽമനാറിൽ എഴുതുന്നില്ല. ഞങ്ങൾ പറയുന്നവരാണ് ഞങ്ങൾ കാഫിറല്ലാതെ പറഞ്ഞൂടെ. അങ്ങനെ ഒരാൾ കാഫിറാക്കുന്നത് കാഫിറാവല്ല ചെയ്യാൻ. പക്ഷെ ഖുർആൻ നിശ്ചയിച്ച കാഫിറാണ്. ഖുർആൻ നിശ്ചയിച്ചാൽ കാഫിറാവും. അതാണ് പറഞ്ഞത്. നമ്മൾ ഒരാളെ കാഫിറായിട്ടില്ല. ഖുർആൻ പറയാ ആകാശാരോഹണം പാടില്ല. അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് തരാൻ തയ്യാറില്ല. ഖുർആൻ തന്നെ വലിയ അള്ളാഹു ഇവരോട് പറയാ. ഇവർ പറയാ ഖുർആനും അതിന്റെ പുറമെ ആകാശാരോഹണം ഉണ്ടായിരുന്നു. അള്ള ഇല്ലാതെ പറഞ്ഞ് മുഖത്തെ പറഞ്ഞിട്ടുണ്ട് അവർ വന്നില്ലാകുന്നത്. അത് കാലഘട്ടമാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് മറുപടിയില്ല. ഏതായാലും അഞ്ചിനാരുണ്ടാകട്ടെ മേറാജ് പോയി മക്കത്തുനിന്ന് മദീനത്ത് ബൈത്തുൽ മഖ്ദിസ് വരെ പോയി. ഒറ്റ രാത്രി എവിടെ കിട്ടിയെന്ന് ചോദിച്ചു. ഇവരുടെ സകല പരിപാടിയിലും എല്ലാത്തിനും ഒരു രാത്രി മുഴുവൻ നബി മദീനത്തെ മക്കത്തെ പടിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എവിടെയാണ് ഒരു രാത്രി എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കുമ്പോ ഇപ്പൊ ഇവിടെ ഇല്ല. 79 സ്ഥലത്ത് ലൈലി എന്ന് പറയുന്ന പദത്തിന് ഖുർആനിൽ രാത്രി കാലം എന്ന അർത്ഥം വെച്ചു. ഒരു രാത്രിയുടെ അർത്ഥമില്ല, ഏകരാത്രിയുടെ അർത്ഥമില്ല. 80ാമത്തെ സ്ഥലത്ത് ഒരു ലൈലി വന്നപ്പോ അത് ഏകരാത്രിയുടെ അർത്ഥം വെച്ചു. മീറാജ് ഉണ്ടാക്കാൻ വേണ്ടി ബുഖാരിയുടെ കള്ളത്തരാണത്, മുസ്ലിമിന്റെ കള്ളത്തരമാണ്. ഇത് ഖുർആനിലുള്ള 79 ആയത്തിൽ നിശ്ചയിച്ചു കൊണ്ടിട്ടാണ് 80ാമത്തെ ആയത്തിൽ നുണ പറഞ്ഞത് അച്ചടിച്ചു കൊടുത്തു. മറുപടി പറയുന്നില്ല. നിങ്ങളെ കാര്യണം. ഇത് ഞാൻ പാർട്ടിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല, എഴുതിയ പണ്ഡിതന്മാരെ കുറ്റം പറയാനില്ല. നമ്മളെ വഞ്ചിക്കുന്ന വഞ്ചന നമ്മൾ അറിയണം. നമ്മളൊക്കെ ഈ സത്യം പറഞ്ഞു തരാതെ മീറാജുണ്ട് അന്ന് 7 സംസ്ഥാനം പർവാക്കികളൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് നമ്മൾ 1300 കൊല്ലാണ് പറഞ്ഞിട്ടത്. കുറച്ചൊന്നുമില്ല, 1350 കൊല്ലാണ് മുസ്ലിം സമുദായത്തെ ശ്വാസം പിടിച്ചത്. നടക്കാനും വിജയിക്കാനും വയ്യ, പഠിക്കാനും വയ്യ, ഉദ്യോഗം ഉണ്ടാകാൻ വയ്യ, ഭരിക്കാനും വയ്യ. കൊടുത്താൽ മതി, കെട്ടാൻ മതി, പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും പണി നമ്മൾ പഠിച്ചു നോക്കും. ഇങ്ങനെ അവർക്ക് കെട്ടിടം കെട്ടിടം പറഞ്ഞു ഒരു പണികളും മനസ്സിൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു വർഗം ഈ ലോകത്തെ നമ്മളെ
ഇവർക്ക് അവർ 5 നേരം കേൾക്കാൻ മുതലാവൂരാകും പറഞ്ഞിട്ട് അവരത് വേണ്ടാന്ന് വെച്ചിട്ട് 1500 പോലെ അല്ല 600 അവർ 1200 പോലെ അവരോട് അവർക്ക് മൂല്യം അവരൊക്കെ ശരിയാക്കില്ല ഇസ്ലാമിലേക്ക് വന്നു. നമ്മളോ ആദ്യം 3 ആയിരുന്നു. ആ 3 പോയിട്ട് യുദ്ധമായിരുന്നു 5 ഏറ്റെടുത്ത് നമ്മൾ ഇന്ന് വരെ ആ പാതാളത്തിൽ നിന്ന് കയറിയിട്ടില്ല. നമ്മളതിൽ കിടന്ന് മുങ്ങി കുടിക്കാം. ക്രിക്കറ്റോട് തീരുന്നില്ല. ക്രിക്കറ്റുകാരനാണ് മുസ്ലിമൊക്കെ ക്രിക്കറ്റോടെ ജീവിക്കുക. ഇത് ചിലരുണ്ടോ അങ്ങനെ ഇടങ്ങളായി കയ്യപ്പോ എന്തിനായി ഇടങ്ങളായിട്ട് ആരാണ് പറഞ്ഞത്? ഈ അഞ്ചാണ് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി അവിടെ കിട്ടി. ആ ഭൂമിയില പറഞ്ഞു അവിടെ നീറാജിന്റെ രാത്രിയിൽ അതോട് വിളിച്ചോട്ടി വിവാദത്തിൽ അത്രയും പുണ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മദീനത്തുള്ള ആൾക്കാരോട് ജൂതന്മാർ പറഞ്ഞെടുത്തു, നിങ്ങൾ ഇതിലൂടെ ഭരണം നിലനിൽക്കണോ? മുയാവിയോട് പറഞ്ഞു. മുയാവിയ ആരാണ് മനസ്സിലായത്? അവിടെ കേട്ടം പറയാം. മുയാവിയ എന്ന് പറഞ്ഞ മനുഷ്യൻ അലീനെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാണ്. അരികിനെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാണ് മുയാവിയ. അയാളെ ഈമാൻ പോലും ചെയ്തതാണ് ഉദാഹരണം. അയാളെ അയാളെ തീർന്നല്ല അത്തരക്കാരെ ഈമാൻ ചെയ്താൽ കുറവാണ്. 19 വാർഡുകളിൽ പഠിച്ചപ്പോൾ മുസ്ലിമാര അങ്ങനത്തെ ഈമാൻ ചെയ്താൽ അവർ വന്നിരിക്കണം. 32-29 അങ്ങനെ മാറിയ ഇയാൾക്ക് എന്താണ് ഇസ്ലാമിന്റെ പേരിൽ ഭരണം നടത്താൻ മാറിയാക്കേണ്ട അധികാരം മുദ്രപ്പെടുത്തിയൊരു സ്വന്തത്തിന് ഒരു വഴിമുണ്ടാക്കിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഖുർആനിലുള്ളവരെ പറ്റി ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നോ ഒക്കെ വിളിച്ചു പറഞ്ഞോളൂ എന്നെങ്കിൽ എല്ലാവരും ഇപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ യാതൊരു ഭാഗമില്ല. ഇവിടെ ഒറ്റ തല ബാക്കിയുണ്ടാവുക അരിക്കുന്ന സൈന്യം മുന്നേറിയിരിക്കുന്നത് അത് തന്നെ വഴിയെന്ന് പറഞ്ഞിട്ട് വാരിയ ഏർപ്പെട്ട ഒരാളോട് പറഞ്ഞു പൊക്കുന്നത് അയാളെ മുത്തണ്ടാക്കി വലിയ മുത്തണ്ടാക്കിയിട്ട് മുക്കിക്കാടുന്നു വിളിച്ചു കൊടുക്കുക. ഈ മുത്തനുസരിച്ച് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അവസാനിക്കണം. തർക്കം വന്നാൽ അതിന്റെ വിധി ഖുർആനിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ആ വിധി വിളിച്ചു പറയുന്നത് മുത്തപ്പാട് കൊടുത്തിട്ട് അപ്പൊ യുദ്ധമാരോടൊന്നുമില്ല. യുദ്ധമാരെ കൊടുത്തിട്ട് 2 മാസം യുദ്ധമാരുടെ വേഷമാറിയിട്ട് ഇവിടെ കൊടുത്തില്ല. സമയത്ത് അതോടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അഴിഞ്ഞു പറഞ്ഞു മുത്തരപ്പെട്ടാലല്ല മുത്തരപ്പെട്ടാലുള്ള ഒന്നുമല്ലായിരിക്കണേ മുത്തരപ്പൊന്നുമില്ല എന്നാലല്ല. ഇപ്പോഴേ അവർ മുത്തരപ്പൊന്നിക്കുന്നത് തോറ്റ് കളിക്കാൻ വേണ്ടി ആകെ മറക്കാൻ വേണ്ടി പോകുമ്പോഴാണ് മുത്തരപ്പ് കണ്ടെത്തിയത്. നടക്കുന്ന മുനാഫിക്കുകളാണ് കാണിച്ചത്. മുത്തരപ്പിന്റെ പേരിൽ എന്റെ സൈന്യത്തെ വീര്യപ്പെടുത്താൻ വേണ്ടിയിട്ടും കപടത്തിലൊക്കെ ഇതൊക്കെ അടിപൊളിക്കാൻ വേണ്ടിയുള്ള പണിയാണ്. മുത്തരപ്പുണ്ടായതല്ല. മുത്തരപ്പ് കൊണ്ട് വാങ്ങാൻ നമ്മളതാണ്. പക്ഷെ മുത്തരപ്പിനനുസരിച്ച് സ്വീകരിച്ചോളാൻ പറ്റുന്നത് തുടങ്ങി അതിനോടായി യുദ്ധമാനത്തിൽ മറ്റേ പഠിക്കുന്നത് ഈ കൂടുതൽ യുദ്ധമാർ പറഞ്ഞു. അപ്പൊ മുത്തരപ്പ് കാണിച്ചിട്ട് അതനുസരിച്ച് ഇങ്ങോട്ട് പോയി യുദ്ധം നിർത്തൂലെന്നാ പറഞ്ഞത്. എന്നാൽ അഞ്ചു കൊടുക്കണം അവിടെ കഴിഞ്ഞിട്ട് എന്നാൽ ഇനി കൊടുക്കണം. ജൂതന്മാരായി പറഞ്ഞത് അല്ലെങ്കിൽ ജൂതന്മാരെ പുറത്ത് സഹായിക്കുന്നത് ആരായി പഠിച്ച നിന്നും കൊടുക്കും. പിന്നെ കപടത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ തൽക്കാലം അത് വിട്ടു കൊടുക്കുന്നത് ആയിക്കോട്ടെ. ഞമ്മള് സംഭാഷണം നടത്താൻ അനുസരിച്ചോട്ടെ. സംഭാഷണത്തിന് വേണ്ടി ഞങ്ങൾ ആദരിച്ചു. നവമത്തിലൊക്കെ വേറെ അമ്പലരാജി എന്ന് പറയുന്ന അവരുടെ വ്യത്യസ്ത രണ്ടാളും അപ്പോൾ വളരെ ഗംഭീരമായ ഓരോരുത്തർക്ക് നടത്തി എല്ലാവരും പറഞ്ഞു. ഇവിടെ ഒരു സത്യ സംഭാഷണത്തിൽ കൂടി പുതിയ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കാൻ പോവാണ്. അതുകൊണ്ട് മാനവീയായിട്ട് സപ്പോർട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ തല കുഴിച്ചു കളയുന്നതാണ് അണികളിൽപ്പെട്ട് അവർ ആ നാട്ടിലുള്ള ചെറിയ മദീനത്തുള്ള ആൾക്കാർക്കൊക്കെ ഭീഷണി. നിങ്ങൾ ആരെങ്കിലും എതിര് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തല കുഴിച്ചു കളയാം. മക്കളെ മക്കളെ ഉണ്ടാകുന്നില്ല അണികളുടെ